ഈ ഭീകര ജീവിയെ കണ്ട് ഞാനൊന്ന് ഞെട്ടി. എന്നെ കണ്ട് നിങ്ങളൊന്ന് ഞെട്ടിക്കാണും മനഃപൂർവ്വം വെച്ചേട്ടോ. ഈ താഴെ കാണുന്നത് ഒരു ഞണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നമ്മുടെ നോർമലി തോട്ടിലും കടലിലും കാണുന്ന ഞണ്ടല്ല, ഇത് കരയിൽ കാണുന്ന ഞണ്ടാണ്. ഇതിന്റെ പേരാണ് കോക്കനട്ട് ക്രാബ്. പേര് പോലെ തന്നെ ഇതിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് തേങ്ങയാണ്. വലിയ തെങ്ങിലൊക്കെ അള്ളിപ്പിടിച്ച് കയറി അതിലുള്ള തേങ്ങ പൊട്ടിക്കും. നമ്മൾ കത്താളൊക്കെ വെച്ച് ഭയങ്കര കഷ്ടപ്പെട്ടാണ് തേങ്ങ പൊട്ടിക്കുന്നത്. പക്ഷെ ഇതിന്റെ കയ്യിലുള്ള ഈ ഞണ്ടിന് ഇറുക്കുന്ന സാധനം ഉണ്ടല്ലോ, ഈ സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കര പവർഫുൾ സാധനമാണ്. ഈ സാധനം വെച്ചിട്ടാണ് ഈ തേങ്ങയൊക്കെ തുരന്ന് അതിനകത്തുള്ള തേങ്ങയൊക്കെ ഈ സാധനം തിന്നുന്നത്. തേങ്ങ മാത്രമല്ല, കൈ കിടുന്ന എന്ത് സാധനം ഇത് തിന്നും. ഇത് എന്താണ്, ഈവൻ സീകള്, ഈ കടലിന്റെ സൈഡിലേക്കുള്ള പക്ഷികളുണ്ടല്ലോ, ആ പക്ഷികളെ വരെ തിന്നുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയ്ക്ക് വലിയൊരു ഞണ്ടാണ് ഇത്. ഏകദേശം 4 കിലോളം വെയിറ്റ് ഇതിന് വരും. 1 മീറ്ററോളം നീളവും ഈ സാധനത്തിന് വരുന്നുണ്ട്. ട്രോപ്പിക്കൽ ഏരിയാസിലാണ് ഈ ഞണ്ടിനെ കൂടുതലായി കാണപ്പെടുന്നത്. നമ്മുടെ ബീച്ച് സൈഡൊക്കെ ഉണ്ടല്ലോ, ചൂടൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളിലാണ് ഇതിനെ കാണുന്നത്. പിന്നെ എക്സാക്ട്ലി കോക്കനട്ടുള്ള സ്ഥലത്തും ഇതിനെ കാണാറുണ്ട്. അപ്പം ഇത് ബീച്ച് സൈഡൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടെ വരുന്ന ആളുകളുടെ ചെരുപ്പും ഷൈനിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്, മൊബൈൽ ഫോൺ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ സാധനം അടിച്ചോണ്ട് പൊക്കളയും. എന്തിനാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് റോബർ ക്രാബ് അല്ലെങ്കിൽ അടിച്ചു മാറ്റുന്ന ഞണ്ട്, കള്ളൻ ഞണ്ടെന്നൊക്കെ പേരും ഈ സാധനത്തിനുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രാബ് കൂടിയാണ്. നോർമൽ ക്രാബിനേക്കാൾ കൂടുതൽ ടേസ്റ്റിയാണ്. കാരണം ഇതിൻ്റെ ഡയറ്റ് തന്നെയാണ് നമ്മുടെ കോക്കനട്ടൊക്കെ എപ്പോഴും കഴിക്കുന്നതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള മാംസമാണ് ഇതിൻ്റേത്. അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് ആൾക്കാർ ഹണ്ട് ചെയ്ത് പിടിക്കാറുണ്ട്. ഇപ്പോൾ ഒരു വംശനാശ ഭീഷണി കൂടി നേരിടുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ കോക്കനട്ട് ക്രാബ് എന്നുള്ളത്. പുതിയൊരു അറിവ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വിവരം എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഇതുപോലൊക്കെയുള്ള അടിപൊളി കിടിലൻ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യുക.